ഞാൻ എങ്ങനെ ആഗ്രഹിച്ചിരുന്നു റേഡിയോന്റെ ആ ഒരു ചതുര പെട്ടി കൂടി എൻ്റെ ഈ സൗണ്ട് ഒന്ന് പുറത്തേക്ക് കേൾക്കാൻ ആഗ്രഹിച്ച എൻ്റെ ശബ്ദം എൻ്റെ വീട്ടിലെ വാൽവ് റേഡിയോയിൽ കേൾക്കണു. വേനലിലും കുളിർമ, ഓറിയന്റ് ബെൽ കൂൾ ടൈൽസ് തരും സന്തോഷം. പിന്നെന്താ പറയുക, അനായാസ തവണ വ്യവസ്ഥകളിൽ വാങ്ങാൻ മൈജി സൂപ്പർ EMI, പഴയതെന്ത് മാറ്റിയെടുക്കാൻ മൈജി എക്സ്ചേഞ്ച്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 ഇന്ന് രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ. ഇതൊക്കെ പറഞ്ഞാൽ ഏത് വിഡ്ഢിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. സത്യം പറഞ്ഞാൽ സൗണ്ട് ഈസിക്കൽ ടു മൈൻഡാണ്. അന്ന് നല്ല രീതിയിൽ ഇരുന്ന എൻ്റെ ശബ്ദം ഇങ്ങനെ പീബിളായി പോകാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മൈൻഡ് സെറ്റ് താണ്ട്. അപ്പോൾ സ്കൂളൊക്കെ കറക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കൺസോളിനോട് ചെന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്കും അടിപൊളി സ്റ്റുഡിയോ, സംഭവം മാറി. ഇത് വീടല്ല, നമ്മുടെ വീട്ടിലെ ബാത്റൂം അല്ല, നമുക്കിത് പ്രാക്ടീസ് ചെയ്യേണ്ട സ്ഥലമല്ല, വേറെ ലെവൽ സ്ഥലത്തേക്കാണ് നമ്മൾ വന്നേക്കണം. ഒരുപാട് ആളുകളുണ്ട് ഇത് കണ്ടു നിൽക്കാനായിട്ട്. പതുക്കെ ഈ കാറ്റഴിച്ചു വിട്ട ബലൂൺ എന്ന് പറയില്ല, ബലൂണിന് ഓട്ട വീണ പോലെ പതുക്കെ ഇങ്ങനെ എൻ്റെ എയർ ഇങ്ങനെ പുറത്തേക്ക് പോകാൻ തുടങ്ങി. നമസ്കാരം, ESP മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയെ എത്തിയിരിക്കുന്നത് ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്, ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ നമ്മളൊക്കെ ഒരുപാട് ശബ്ദത്തിലൂടെ കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാനും ഇന്ന് ആദ്യമായിട്ടാണ് ആ വ്യക്തിയെ കാണുന്നത്. അത് മറ്റാരുമല്ല, പ്രവീൺ. നമസ്കാരം. ESP മീഡിയയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷം. അപ്പൊ ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, മിമിക്രി ആർട്ടിസ്റ്റ് എന്നൊക്കെയാണ് ഞാൻ ഇവരോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ശരിക്കും പ്രവീൺ ചേട്ടനെ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ്, ഒരുപക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഞാൻ എല്ലാ വേദികളിലും പോകുമ്പോൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഒരുപക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും നിങ്ങളെല്ലാവരും എൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടാവുന്നൊക്കെ പറഞ്ഞ പോലെ, ഒരുപക്ഷെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നെങ്കിലും എൻ്റെ സൗണ്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ചാനലിലൂടെ കണ്ടിട്ടുണ്ട് പ്രവീൺ ചേട്ടനെ. ഈ അടുത്ത ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ ഇവരൊക്കെ പറയും ഇത് ആരാണ് എന്ന് നോക്കൂലേ, പക്ഷെ നമ്മളൊക്കെ ഇത് ശരിക്കും അറിഞ്ഞു കഴിയുമ്പോൾ ഒരു ഞെട്ടല് നമുക്ക് ഉണ്ടാവും. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രവീൺ ചേട്ടന്റെ ഇഷ്ടപ്പെട്ടത് ബാഹുബലിയിൽ കട്ടപ്പക്ക് സൗണ്ട് കൊടുത്തതാണ്. അപ്പൊ ആ സൗണ്ട് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ തിരിച്ചറിഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും ആ കട്ടപ്പക്ക് സൗണ്ട് കൊടുത്ത യഥാർത്ഥ മനുഷ്യനാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. അത് മാത്രമല്ല, കൽക്കി സിനിമയില് കമലഹാസന് സൗണ്ട് കൊടുത്തേക്കണം. അതുപോലെ തന്നെ നിരവധി എന്താ പറയാ പരസ്യങ്ങള്, വിജയ് അതുപോലെയുള്ള ഒരുപാട് വലിയ വലിയ സ്റ്റാറുകളുടെ സൗണ്ടുകള് ഇദ്ദേഹത്തിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. പറയൂ, വിശേഷങ്ങളൊക്കെ പറയൂ. വിശേഷങ്ങൾ എന്ന് ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. പ്രത്യേകിച്ച് പുതിയ വിശേഷങ്ങളൊന്നുമില്ല, എല്ലാം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടാണ് വന്നത്. ആദ്യം ഹരിശ്രീയിലാണ് വന്നത്, അതിനുശേഷം കലാഭവനിൽ വന്നു. അങ്ങനെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് കോമ്പയർ ചെയ്തു, അതുപോലെ സ്കിറ്റ് ചെയ്തു, നടന്മാരുടെ ശബ്ദങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഒരു ഡബ്ബിങ് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയപ്പോഴാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മിമിക്രിയിൽ ഒരുപാട് ഓഡിയോ കാസറ്റിൻ്റെ ഒക്കെ പരിപാടിയുണ്ട്, ആക്ഷേപഹാസ്യഗാന പരിപാടികൾ. അത് സൈമൺ ജെ നവോദയ, അതുപോലെ തന്നെ നാഷക, അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ, പിന്നെ തോമസ് തോപ്പിൽക്കുടി, ജെയ്മോൻ സേവ്യർ, അങ്ങനെ ഒട്ടനവധി ഈ കാസറ്റിൻ്റെ ഗ്രൂപ്പുണ്ട്. വിൽസൺ ഓഡിയോസ്, അതുപോലെ കോട്ടയം വില്യംസ്, ഇവരൊക്കെ ഇതിൻ്റെ റൈറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവർ ചില സ്റ്റാർസൊക്കെ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ചില ലാലോലസിൻ്റെ അല്ലെങ്കിൽ MS പോണത്ര അല്ലെങ്കിൽ ജനാർദ്ദനൻ, ഇവരെയൊക്കെ ഓരോ കഥാപാത്രങ്ങളായിട്ട് ഇവർ കണ്ട് നമുക്ക് എഴുതും. അപ്പോൾ നമ്മൾ പറയുന്നത്, എടാ ഈ ഡയലോഗ് ഇതുപോലെ നീ പറയണ പോലെ ജനാർദ്ദനം പറയണം, അല്ലെങ്കിൽ MS പറയണം, അല്ലെങ്കിൽ ലാലോലസ് പറയണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഓരോ കഥാപാത്രങ്ങളെ ഈ കാസറ്റുകളിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ സ്റ്റുഡിയോയിൽ വരുന്ന ഈ കാസറ്റുകൾ ചെയ്യാനായിട്ടാണ്. അപ്പോൾ മിമിക്രി കത്തി നിൽക്കുന്ന സമയത്ത് മിമിക്രിയുടെ ഒരു നെക്സ്റ്റ് വേർഷനായിരുന്നു ഈ ഓഡിയോ കാസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും, എറണാകുളത്തു നിന്നുള്ള ആ ഒരു കുറേ മിമിക്രി കാസറ്റുകൾ സീസണിൽ ഇറങ്ങും. ആ കാസറ്റുകളിലെ ഒരു സുപ്രധാനമായ ചില വേഷങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കിട്ടാറുണ്ട് കഥാപാത്രങ്ങളായിട്ട്. അങ്ങനെയാണ് ഈ സ്റ്റുഡിയോ ആയിട്ടുള്ളൊരു ബന്ധം വരുന്നത്. നമുക്ക് സ്റ്റുഡിയോയും മൈക്രോഫോണും സൗണ്ട് എഞ്ചിനീയേഴ്സും ഒക്കെ ആയിട്ടുള്ളൊരു ബന്ധം വരുന്നത്. അപ്പോഴും നമ്മൾ ബിഹൈൻഡ് ദ ക്യാമറ തന്നെ, ഇപ്പോഴും ബിഹൈൻഡ് ദ ക്യാമറ തന്നെ. പക്ഷെ അന്ന് ഇതിങ്ങനെ ചെയ്യുന്നു, ഓഡിയോ കാസറ്റുകൾ നമ്മൾ നമ്മുടെ മുഖമൊന്നും കാണുന്നില്ല, പോകുന്നു. നമ്മൾ ഇങ്ങനെ കഥാപാത്രങ്ങളായിട്ട് ഈ കാസറ്റുകളിൽ ടൈറ്റാണ് എനിക്ക്, വീരപ്പൻ്റെ 10 കൽപ്പനകൾ, ഇങ്ങനെ കുറഞ്ഞ ഒരുപാട് അന്നത്തെ കാസറ്റുകൾ, കോമഡി കാസറ്റുകളുണ്ട്. അപ്പോൾ ഈ കാസറ്റുകളിലായിരുന്നു ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെ ചെയ്തേക്കുന്ന സമയത്ത് നമ്മുടെ ഈ കോഴിക്കോട് നാരായണൻ നായർ എന്ന് പറഞ്ഞൊരു നടനുണ്ട്. ഈ കക്ഷിക്ക് ഞാൻ ഇങ്ങനെ ഡബ് ചെയ്തിരുന്നു.
അപ്പോൾ അന്ന് ഞാനിങ്ങനെ ഈ ഓഡിയോ കാസറ്റ് ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഓഡിയോ കാസറ്റ് ഡബ് ചെയ്യുന്നത് ഒരു ഭിത്തിക്കപ്പുറത്ത് മനസ്സെന്ന് പറഞ്ഞിട്ടൊരു മെഗാ സീരിയലിൻ്റെ റെക്കോർഡിംഗ് അവിടെ നടക്കുന്നുണ്ട്. അപ്പം അന്ന് ആ മനസ്സ് സീരിയലിലെ ഒരു പ്രധാന ഒരു അമ്മാവൻ കഥാപാത്രത്തെ കോഴിക്കോട് നാരായണേട്ടൻ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം അന്ന് നാരായണേട്ടന് എന്തോ ഒരു അസൗകര്യം. അന്ന് അദ്ദേഹം സിനിമയിലും സീരിയലിലും ഇന്നും അദ്ദേഹം ഒരു മോസ്റ്റ് വാണ്ടഡ് അമ്മാവൻ തന്നെയാണ് സിനിമയിൽ. അങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് അല്ല അദ്ദേഹം അമ്മാവൻ വേഷം എന്നല്ല, അദ്ദേഹം ഏത് വേഷം ചെയ്താലും അതിൻ്റെ ഇപ്പോൾ ഒരു ഇക്കയായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ഇക്കയായിട്ട് മാറും പുള്ളി. അമ്മാവനായിട്ട് അഭിനയിച്ചാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളി കിളിച്ചുണ്ടമ്മാമ്പഴം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു മുസ്ലിയാരായിട്ട് പുള്ളി വരുമ്പോൾ നമ്മൾ അത് ചെയ്തേ ആളല്ലേ നമ്മുടെ അടുത്ത് ചന്ദനക്കുറി ഇട്ടൊരു അമ്മാവനായിട്ട് തന്നെ. അപ്പോൾ അത് ഏത് കഥാപാത്രമായിട്ട് മാറാനും നിമിഷം നേരമുണ്ട്. അതേ അദ്ദേഹം തന്നെ ജഡ്ജിയായിട്ടൊക്കെ അഭിനയിക്കും. പക്ഷെ എല്ലാം കഥാപാത്രത്തെ ഉൾക്കൊണ്ട്. പക്ഷെ പുള്ളിയുടെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഈ ഓഡിയോ കാസറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഭിത്തിക്കപ്പുറം പുള്ളി അഭിനയിച്ച മനസ്സെന്ന് പറയുന്ന സീരിയലിൻ്റെ ഡബിങ് നടക്കുന്നു. അപ്പോൾ അന്ന് നമ്മൾ തമ്മിലൊക്കെ ഇങ്ങനെ പരിചയമുണ്ട്, റെക്കോർഡിസ്റ്റുകളും പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടേഴ്സൊക്കെ തമ്മിൽ പരിചയമുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഇരിക്കുന്ന റെക്കോർഡിസ്റ്റിനോട് പറഞ്ഞു, അപ്പുറത്ത് റെക്കോർഡിസ്റ്റോടെ ഞാൻ ആകെ ടെൻഷനിലാണെന്ന് ഞാൻ റെക്കോർഡ് ചെയ്തു. എന്ത് നമ്മുടെ നാരായണേട്ടൻ ഡബ് ചെയ്യാൻ വന്നിട്ടില്ല, അതുകൊണ്ട് ഇതിൻ്റെ എപ്പിസോഡ് എങ്ങനെ പോകുമെന്ന് അറിയാൻ പാടില്ല, നാളെ ടെലികാസ്റ്റ് ചെയ്യുന്ന സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ വാലുമത്തി പിടിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഇരിക്കുന്ന റെക്കോർഡിസ്റ്റ് പറയും, നമ്മുടെ ചഞ്ചൽ എന്നൊക്കെ പറഞ്ഞ റെക്കോർഡിസ്റ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞോളൂ, അപ്പുറത്തിരിക്കുന്ന റെക്കോർഡിസ്റ്റോട് പറയും, ഇവിടെ ഇന്ന പോലെ ഇവിടെ ഒരു പുള്ളിയുണ്ട് നാരായണൻ നായർ എടുക്കണത്, പുള്ളി വേണമെങ്കിൽ നിനക്ക് വന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഉച്ച സമയത്ത് പോയി ട്രൈ ചെയ്ത് നോക്കല്ല, എനിക്ക് ഇഷ്ടമാണല്ലോ പുള്ളിനെ, ഞാനങ്ങ് ഡബ് ചെയ്തു പുള്ളിക്ക് വേണ്ടിയിട്ട്. വളരെ അടിപൊളിയാന്നൊക്കെ പറഞ്ഞ എല്ലാവരും പുള്ളിയുടെ 100% ഓക്കെ ആണെങ്കിലും ഒരു ഇത്തിരിയൊക്കെ നമ്മുടെ ഓക്കെ ആയിരുന്നു. അത്യാവശ്യം അവർക്ക് എപ്പിസോഡ് പോകുമ്പോൾ പൊതുജനങ്ങളാരും തിരിച്ചറിയാത്ത രീതിയിൽ ആ എപ്പിസോഡുകൾ പോകും. അങ്ങനെയായിരുന്നു തുടക്കം. അപ്പോൾ ഇതിനോടകം തന്നെ പരസ്യങ്ങളും ഡബ് ചെയ്യുന്നുണ്ട്. ഈ പരസ്യങ്ങൾ ഡബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ റേഡിയോയിലൊക്കെ പരസ്യങ്ങളാണ് കേൾക്കുന്നത്. അപ്പോൾ അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുന്നതിനോടുപരിയായി തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് മുകളിലായിട്ട് ഈ പരസ്യങ്ങൾ ആരായിരിക്കും ഇതിൻ്റെ അകത്തിരുന്ന് പറയുന്നത്. എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ഒരു ഇതായിരുന്നു, ആരായിരിക്കും ഈ റേഡിയോണ്ടായിട്ടുണ്ട്, ആരായിരിക്കും ഈ റേഡിയോൻ്റെ അകത്ത് നിന്ന് പരസ്യം, ഇതേ നല്ലെണ്ണയാണ് തേച്ച് വിളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മറ്റത് അങ്ങനെയുള്ള ഒരുപാട് പരസ്യങ്ങളുണ്ടോ, ശബ്ദം മാത്രമാണല്ലോ നമ്മൾ. അതെ, ആരായിരിക്കും ഇത് പറയുന്നത് എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഓരോ ശബ്ദം കേൾക്കുമ്പോഴും നമ്മൾ എന്താ പറയുക, അത്യശപരം ഒന്ന് കാണുകയും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പരസ്യങ്ങളൊക്കെ ആരാണ് ഈ റേഡിയോൻ്റെ അകത്ത് എന്ന് പറയണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമ്മളെ ജനിപ്പിച്ചു. എന്തൊരു ക്യൂരിയോസിറ്റി ആണല്ലോ നമുക്കൊരു ഇഷ്ടം ഉണ്ടാക്കും. അങ്ങനെ അന്വേഷിച്ച് പറഞ്ഞു, ഇതിങ്ങനെ റേഡിയോയിലേക്കുള്ളതും തിയേറ്ററിലേക്കുള്ളതൊക്കെ ഇങ്ങനെ പല പല ഏജൻസികളാണ് ചെയ്യണത്. എറണാകുളത്ത് ഇങ്ങനെ ആലാബ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ എൻ്റെ റെക്കോർഡിങ് നടക്കാറുണ്ട്, ക്ലൗഡ്സ് എന്ന് പറഞ്ഞൊരു ഏജൻസിയാണ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ നേരെ ഇങ്ങനെ ക്ലൗഡ്സിലേക്ക് ഇതിനെ ക്ലൗഡ്സിൽ വിളിച്ചിട്ട്, അപ്പം അന്നൊക്കെ സ്റ്റിൽ പാരലായിട്ട് മിമിക്രിക്ക് പോകുന്നുണ്ട്. അങ്ങനെ വിളിച്ച് അവിടെ ചെന്നു. അപ്പോൾ മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാനേജറാണ് ഹരിശ്രീയിൽ. അദ്ദേഹം ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള മനുഷ്യനാണ്. പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ക്ലൗഡ്സിലേക്ക് പറഞ്ഞു. അങ്ങനെ ക്ലൗഡ്സിൽ ചെന്നു. ഞാൻ പറഞ്ഞു കേൾപ്പിക്കും, പരസ്യവും പറയും, നിങ്ങൾ എന്ത് പരസ്യം പറഞ്ഞാലും പറയും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോൺഫിഡൻറ്റോടുകൂടി ഞാൻ ചെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആലാബ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ അടുത്ത ആഴ്ച ഞങ്ങളുടെ റെക്കോർഡിങ് വെച്ചിട്ടുണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടാവും. ഞങ്ങളുടെ മെയിൻ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിലേക്കുള്ള സ്ലൈഡ്. അപ്പോൾ ഈ തിയേറ്ററിൽ പരസ്യം വരും, ഓരോ സിനിമയുടെയും ഇൻ്റർവെൽ സമയത്ത് പരസ്യങ്ങൾ വരും, മാറ്റിനി സമയത്തൊക്കെ. അത് സ്ലൈഡ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റേഡിയോയിലേക്ക് പോകേണ്ട പരസ്യങ്ങൾ, ഇങ്ങനെ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പരസ്യങ്ങൾ പറയുന്നതിനായിട്ട് ഒരു മെയിലും ഫീമെയിലും അന്ന് അവിടെ റെക്കോർഡിങ്ങിന് വരുന്നുണ്ട്. അപ്പോൾ അന്ന് നിങ്ങളൊന്ന് വരൂ, നിങ്ങളുടെ സൗണ്ട് ഒന്ന് നോക്കാം എന്ന് പറഞ്ഞേക്കാണ്. നോക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ, പരസ്യം ചെയ്യിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഭയങ്കര പ്രതീക്ഷ. കാരണം ഞാൻ വീട്ടിൽ വെച്ച് അടിപൊളിയായിട്ട് പരസ്യം പറയുന്ന ആളാണ്, ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് പരസ്യം പറയുന്ന ആളാണ്. എനിക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ഇന്ന് ഞാൻ എല്ലാം കീഴടക്കും, കീഴ്മേൽ മറച്ചിരിക്കും, ഞാൻ എല്ലാ പരസ്യം പറയും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇന്നത്തെ പോലെ അല്ല, അവിടെ ഈ സ്പൂളിൽ കറങ്ങുമ്പോഴാണ് റെക്കോർഡിങ് നടക്കുന്നത്. ഈ സ്പൂൾ ഇങ്ങനെ കറങ്ങുന്നു, ഈ സ്പൂളിലാണ് റെക്കോർഡിങ് നടക്കുന്നത്. അപ്പോൾ സ്പൂളൊക്കെ കറക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കൺസോളിനോട് ചെന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്കും അടിപൊളി സ്റ്റുഡിയോ, സംഭവം മാറി. ഇത് വീടല്ല, നമ്മുടെ വീട്ടിലെ ബാത്റൂം അല്ല, നമുക്കിത് പ്രാക്ടീസ് ചെയ്യേണ്ട സ്ഥലമല്ല, വേറെ ലെവൽ സ്ഥലത്തേക്കാണ് നമ്മൾ വന്നേക്കണം. ഒരുപാട് ആളുകളുണ്ട് ഇത് കണ്ടു നിൽക്കാനായിട്ട്. പതുക്കെ ഈ കാറ്റഴിച്ചു വിട്ട ബലൂൺ എന്ന് പറയില്ല, ബലൂണിന് ഓട്ട വീണ പോലെ പതുക്കെ ഇങ്ങനെ എൻ്റെ എയർ ഇങ്ങനെ പുറത്തേക്ക് പോകാൻ തുടങ്ങി. കോൺഫിഡൻസിൻ്റെ എയർ ഇങ്ങനെ പുറത്തേക്ക് പോകാൻ തുടങ്ങി.
പതുക്കെ പതുക്കെ പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ടും പോയതിനു വെച്ചാൽ ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും സണ്ണി എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് ഇത് മെയിൽ വോയിസ് പറഞ്ഞു. നല്ല ഉണ്ട കണ്ടം ബേസാണ് പുള്ളിയുടെ, നല്ല 1 കിൻഡൽ സൗണ്ടൊക്കെയാണ് പുള്ളിയുടെ. ഓക്കെ, 1 കിൻഡൽ സൗണ്ടായിട്ട് പുള്ളി നിൽക്കുന്നു. തൊട്ടപ്പുറത്ത് വിമ്മി മറിയം ജോർജ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് പുള്ളിക്കാരി നല്ല അടിപൊളിയായിട്ട്, പുള്ളിക്കാരി ഫീമെയിൽ. ഇവർ രണ്ടുപേരും കൂടി കോമ്പിനേഷൻ ഡയലോഗ് ഒരു 10-25 സ്ക്രിപ്റ്റും വെച്ചിട്ട് പടപടാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സണ്ണി ചേട്ടൻ്റെ ശബ്ദം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറുകുറാന്നിരിക്കുന്ന സൗണ്ടാണ്. അപ്പം ഞാൻ നല്ല ബേസിൽ പറയാം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ അടിച്ച് വിട്ടുകൊണ്ടിരിക്കുക പരസ്യം. അപ്പോൾ എൻ്റെ എല്ലാ പരിപാടിയും നിർത്തിയുമേ ഇവരുടെ ഇടയിലേക്കാണല്ലോ ഈശ്വര ഞാൻ ചെല്ലണത്, എന്ത് കാര്യത്തിന് ഞാനിവിടെ വന്നു, വെറുതെ നാണം കെടാനായിട്ട് എന്നുള്ള രീതിയിൽ നിൽക്കാം. അപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട്, പുതിയൊരു പയ്യൻ വന്നിട്ടുണ്ട്, പ്രവീൺ എന്നിട്ട് നമുക്ക് അവൻ്റെ വോയിസ് നോക്കാം എന്ന് പറഞ്ഞു. അതോടുകൂടി മുക്കാഭാഗം ഏറും പോയി. നമ്മുടെ വിളിച്ചിട്ട് അപ്പോൾ അവരിങ്ങനെ ഭയങ്കര അമ്മാനമാടുന്ന പോലെയാണ് ഇവർ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ ഒരു കാറിൻ്റെ ഫിനാൻസ് കമ്പനിയുടെ പരസ്യമാണ്. സ്വന്തമായൊരു കാർ ഏതൊരാളുടെയും സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ ഇനി അധികം കാത്തിരിക്കേണ്ട, ഇതാ നിങ്ങൾക്ക് കാർ വാങ്ങാം എന്നുള്ള ആ ഒരു പരസ്യമാണ്. അപ്പം അതിനു മുമ്പ് എനിക്കിത് തന്നിരുന്നു. തന്ന സമയത്തൊക്കെ സ്വന്തമായൊരു കാർ ഏതൊരാളുടെയും സ്വപ്നം, അത് വാങ്ങാൻ ഇതൊക്കെ പറഞ്ഞ് ഞാൻ പ്രാക്ടീസ് ഒക്കെ ചെയ്തു ഇവരൊക്കെ വന്നതിന് മുമ്പ്. ഇവരൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് മൊത്തം പോയി, കയ്യിൽ നിന്ന് പോയി മൊത്തം അലമ്പായിരിക്കും. അപ്പം എനിക്കറിയാം, ചെന്ന് മൈക്കിൻ്റെ അവിടെ ചെന്ന് നിന്നും തുടങ്ങാമെന്ന് ചോദിച്ചു. അതോടുകൂടി എല്ലാം തീർന്നു. അതെ, ടേക്ക് എന്ന് പറഞ്ഞാൽ തുടങ്ങാൻ പറഞ്ഞുകൊണ്ട് എല്ലാ എയറും പോയി, മൊത്തം കോൺഫിഡൻസ് ലെവലും താഴത്തേക്ക് പോയി, മൈൻഡ് സെറ്റ് അലമ്പായി നിൽക്കുകയാണ്. ഈ പരസ്യം പറയേണ്ടത് സ്വന്തമായൊരു കാർ ഏതൊരാളുടെയും സ്വപ്നം, ഈ സ്വപ്നം സാക്ഷാത്കരിക്കാനായി ഇന്ന ഫിനാൻസ്, അതാണ് പറയേണ്ടത്. പക്ഷെ സത്യത്തിൽ അവിടെ ഉണ്ടായ ശബ്ദം ഇതൊന്നും ആയിരുന്നില്ല. സ്വന്തമായൊരു കാർ ഏതൊരാളുടെയും സ്വപ്നം പറഞ്ഞാൽ ഓഞ്ഞാട്ട സൗണ്ടാണ്, എന്താ ഒടിഞ്ഞു മടങ്ങിയൊരു സൗണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പറയണത് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് നിങ്ങൾ സൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ചൂടുവെള്ളമാണോ കുടിക്കണം, കൽക്കണ്ടാണോ തിന്നണം, ഇരട്ടിമധുരമാണോ തിന്നണം, വാളംപുളിയാണോ, ഇതൊക്കെ പലരും ഒരു ചുക്കുമില്ല. സൗണ്ടും ഫുഡുമായിട്ട് ഒരു റിലേഷനുള്ള, ആസ് എൻ്റെ ഒരു ഒപ്പീനിയനാട്ടോ ഞാൻ പറയണത്. എൻ്റെ ഒരു ഇതിൽ സൗണ്ടും ഫുഡുമായിട്ട് യാതൊരു വിധ ബന്ധമില്ല. ഐസ്ക്രീം കഴിച്ചാൽ തൊണ്ടയടയും, ഇതൊക്കെ പറഞ്ഞാൽ ഏത് വിഡ്ഢിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. സത്യം പറഞ്ഞാൽ സൗണ്ട് ഈസിക്കൽ ടു മൈൻഡാണ്. അന്ന് നല്ല രീതിയിൽ ഇരുന്ന എൻ്റെ ശബ്ദം ഇങ്ങനെ പീബിളായി പോകാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മൈൻഡ് സെറ്റ് താങ്ങും. അപ്പം മൈൻഡ് സെറ്റാണ് നമ്മുടെ ശബ്ദത്തെ ഉണ്ടാക്കുന്നത്. അന്ന് എനിക്ക് അവിടെ നിന്ന് പരസ്യം ഡബ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ സാധിക്കാതെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നെ പറഞ്ഞു വിട്ടിട്ടില്ല. കാരണം അന്ന് അത് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന ഫ്രാൻസിസ് ചേട്ടൻ, അതുപോലെ ടോമി ചേട്ടൻ, അവരൊക്കെ ഇപ്പോഴും ക്ലൗഡ്സിൻ്റെ ഭാഗമായിരുന്നു അവരൊക്കെ. അവർ രണ്ടുപേരും എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യും. അവരെന്നോട് പറഞ്ഞു, മോനോട് നിൽക്ക്, മോന് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് നമുക്ക് എല്ലാവരും പോയിട്ടൊന്ന് എല്ലാവരും കണ്ടിട്ടുള്ള പേടി കൊണ്ടൊക്കെ ആയിരിക്കും എന്നൊക്കെ ഇവരെന്നോട് പറയും. അവരെന്നെ തിരിച്ചു തരുന്നുണ്ട്. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഞാനിവരെ ആദ്യമായിട്ടാണ്, ഞാൻ അങ്ങനെയല്ല. ഞാൻ അവിടെ വെച്ച് പറയാം, എൻ്റെ മനസ്സിനോട് ഞാൻ പറയാം, എടോ താൻ ഇവിടെ വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ തനിക്ക് നന്നാവാം, അല്ലെങ്കിൽ ഇനി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി നാണം കിടും, താൻ പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇതാണ് എൻ്റെ മനസ്സാക്ഷിയോട്. പിന്നെ ശബ്ദം കൊടുക്കുക, ഇനി ഒരിക്കലും ഞാൻ പരസ്യം ചെയ്യാവുന്ന ഞാൻ അവരോട് അവസരം ഒരിക്കലും ചോദിക്കില്ല. ഒരിക്കലും ഞാൻ ആരോടും പോയി അവസരം ചോദിക്കില്ല. നമുക്കുള്ള മിമിക്രിയും ഓഡിയോ കാസറ്റും, പാത്തിരുന്ന് ആരും കാണാണ്ട് ഡബ് ചെയ്യണ ഓഡിയോ കാസറ്റും ഇതൊക്കെ മതി നമുക്ക്, എന്തിനാണ് പോയി നാണം കിടന്നത് എന്നും പറഞ്ഞ്. അപ്പം അന്ന് മോട്ടിവേറ്റ് ചെയ്യാനും ആരുമില്ല. അല്ലെങ്കിൽ ഇന്നത്തെ പോലെ മുക്കിന് നമുക്ക് യൂട്യൂബ് നോക്കുമ്പോൾ മോട്ടിവേഷൻ സ്പീക്കേഴ്സോ അല്ലെങ്കിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന സംഭവങ്ങളോ സോഷ്യൽ മീഡിയയിൽ ഒന്നുമില്ല. കഴിവതും വീട്ടിൽ ചെല്ലുമ്പോൾ പൊളിഞ്ഞല്ലേ നന്നായി എന്ന് പറയുന്ന നാട്ടുകാരും വീട്ടുകാരും നമുക്കുള്ളൂ. പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ. കാരണം മിമിക്രി എന്ന് പറഞ്ഞൊരു പരിപാടി അതോടെ നിർത്തിക്കൊള്ളാൻ എന്നോടത്ത് വീട്ടിൽ പറഞ്ഞു. നന്നായി, എവിടെയെങ്കിലും പോയിട്ട് കോമ്പറ്റീഷനൊക്കെ പോകില്ല നമ്മൾ. അപ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ പ്രൈസ് കിട്ടി, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രൈസ് കിട്ടിയില്ലല്ലേ, നന്നായി മോനെ, ഇനിയെങ്കിലും നീ അടങ്ങിയിരുന്നു, നിന്റെ ജോലിയും നോക്കി നടന്നു, ഇതാണ് പറയുന്നത് എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞുള്ള വീട്ടിൽ. അപ്പോൾ വീട്ടിലൊന്നും പറഞ്ഞില്ല, ഇത് നടക്കാതെ പോയത്. ഇത് കഴിഞ്ഞിട്ടാണ് ഹരിശ്രീയിൽ വീണ്ടും വരുന്നു, പ്രോഗ്രാമിന് പോകുന്നു. 2 ദിവസം അടുപ്പിച്ചൊരു ഹർത്താൽ വന്നു. അത് എന്ത് ബന്ധമാണോ ഹർത്താലാണെന്നറിയില്ല. അന്ന് മിമിക്രിക്ക് ഇങ്ങനെ ദൂര സ്ഥലത്തേക്ക് ഇവിടെ മിമിക്രി, അപ്പോൾ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാനുള്ള ഗ്യാപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊക്കെ ആയിട്ട് സ്റ്റുഡിയോയിൽ തന്നെ കിടന്നു. അവിടെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട് മുകളിൽ, താഴത്ത് ഓഫീസ്, മുകളിൽ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ചെറുത് അക്കോമഡേഷൻ അവിടെ തന്നിട്ടുണ്ട്. അവിടെ അതിന് കിടന്ന്
പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഒരു ഉച്ചയ്ക്ക് 2 മണിക്കാണ് വണ്ടി പുറപ്പെടുന്നത് അടുത്ത പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ദൂര സ്ഥലത്ത്. അപ്പോൾ 6 മണി കഴിഞ്ഞാൽ ബന്ദ് തീരും. അപ്പോൾ ആ സമയം കൊണ്ട് വണ്ടി ഓടിയെത്തും എന്നുള്ള പ്രതീക്ഷയിൽ. പിറ്റേ ദിവസം ഒരു വെള്ളിയാഴ്ചയാണ്. അത് ഞാൻ ഈ പറഞ്ഞ സംഭവം നടക്കുന്നത് വ്യാഴാഴ്ച. വെള്ളിയാഴ്ച ഉദ്യാനപാലകൻ സിനിമ റിലീസാവും. ഈ ഉദ്യാനപാലകൻ സിനിമയുടെ പരസ്യം റേഡിയോയിൽ വരണം വ്യാഴാഴ്ച വൈകുന്നേരം 7:30 മണിക്ക്. ഈ പരസ്യം പറയാനായിട്ട് രാവിലെ 8:30-9 മണിയായപ്പോഴത്തേക്കും വന്നേക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് ബുധനാഴ്ച പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നു. വ്യാഴാഴ്ച രാവിലെ 7 ആർട്സ് വിജയകുമാർ എന്ന് പറഞ്ഞ സാറ് ഒരു സൂട്ട് കേസൊക്കെ തൂക്കി, എനിക്കറിയില്ല ആരുടെയാണെന്നറിയില്ല, വരുന്നു 7 ആർട്സ് വിജയകുമാർ എന്നൊക്കെ പറയുന്നുണ്ട്. വന്നു, റെക്കോർഡിഷനെ ഏതൊരു വിധത്തിൽ അവിടെ എത്തിച്ചു. സ്ഥിരം അന്നെന്തോ വരാമെന്ന് പറഞ്ഞ അനൗൺസർക്ക് ഈ വണ്ടിയൊന്നും ഇല്ലാത്ത കാരണം അവിടെ എത്താൻ പറ്റുന്നില്ല. ഇത് ഡബ് ചെയ്യാനായിട്ട് വേറെ ആരുമില്ല. ഇവർക്ക് അന്ന് മൊബൈൽ ഫോൺ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. വന്ന് നോക്കുന്നു, ഇത് എങ്ങനെയെങ്കിലും റെക്കോർഡ് ചെയ്തേ പറ്റുള്ളൂ. ഇന്ന് വൈകുന്നേരം 7:30 മണിയുടെ ന്യൂസിൽ കയറേണ്ട സാധനമാണ്. ഇത് ഇത്രയും പെട്ടെന്ന് ഈ സാധനം റെക്കോർഡ് ചെയ്ത് തന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചുറ്റും പറയും, ഇതിപ്പോൾ ഇവിടെ റെക്കോർഡ് ചെയ്യണമെന്ന് തന്നെ അനൗൺസർമാരും ഇല്ലല്ലോ, എന്ത് ചെയ്യും എന്നൊക്കെ നോക്കിയിരിക്കണമെന്ന്. ഞാൻ ഹരിശ്രീയുടെ പ്രോഗ്രാം അനൗൺസ് ചെയ്യാനാണല്ലോ ഞാൻ. പിന്നെ മമ്മൂട്ടിയുടെ സൗണ്ടൊക്കെ അന്ന് ഇമിറ്റേറ്റ് ചെയ്തു. മണിച്ചേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പാൻ ചെയ്ത് പുള്ളിയുടെ തല വന്നത് എൻ്റെ നിരന്ന്. ഇയാൾ വേണമെങ്കിൽ ചെയ്യൂട്ടോ, ഇവിടെ തനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മൂക്കിലെ രാജ്യത്ത് മുറിമൂക്കൻ രാജാവാണ് ഞാൻ. കാരണം ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് വിഷമാവും എന്നുള്ള കണ്ടീഷനിൽ നിൽക്കണം. ആരെങ്കിലും ചെയ്താൽ മതി. അത് ശരി, ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ചെയ്യാം. പല്ലൊന്നും തേച്ചില്ല, പല്ല് തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്തോ ഇല്ലേ, പല്ലൊക്കെ തേച്ചിട്ട് വന്നു പോയി. പല്ലൊക്കെ തേച്ച് വന്നു. അങ്ങനെ മമ്മൂക്കയുടെ സൗണ്ടിലും ചെയ്തു, അല്ലാത്ത ശബ്ദത്തിലും ഈ പരസ്യം ഞാൻ ഡബ് ചെയ്തു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നയനമനോഹരമായ വെള്ളിത്തിരകളിൽ നാളെ മുതൽ പ്രദർശനം ആരംഭിക്കുന്നു ഉദ്യാനപാലകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു അത് മമ്മൂക്കയുടെ സൗണ്ടിലും പറഞ്ഞു. നയനമനോഹരമായ വെള്ളിത്തിരയിൽ നാളെ മുതൽ പ്രദർശനം ആരംഭിക്കുന്നു ഉദ്യാനപാലകൻ എന്ന് പറഞ്ഞ് ഈ സാധനം പറഞ്ഞു. അവരത് കൊണ്ടുപോയി അന്ന് വൈകുന്നേരം 7:30 ന്യൂസിൽ അത് ഇട്ടു. എനിക്ക് അത് കേൾക്കാൻ പറ്റില്ല, കാരണം ഞാൻ പ്രോഗ്രാം സ്ഥലത്താണല്ലോ. വെള്ളിയാഴ്ച അതിട്ടു, ശനിയാഴ്ച. ഞായറാഴ്ച ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ കേൾക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ഉച്ചത്തെ ചലച്ചിത്രം കാണാൻ രഞ്ജിനി എന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ട് ഈ ഓൾ ഇന്ത്യ റേഡിയോ. ഇതിലൊക്കെ 2 പ്രാവശ്യമൊക്കെ ഇത് വരുന്നുണ്ട് ഈ പരസ്യം. ഈ നാളെ മുതലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അവർ റിലീസ് കഴിഞ്ഞാൽ പിന്നെ തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കട്ട് ചെയ്തുള്ള വേർഷൻസ് അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കും. ഞാനിതൊക്കെ ഇരുന്ന് റേഡിയോൻ്റെ ഈ അടുത്ത് വരുന്ന ഇങ്ങനെ കേൾക്കുക. അപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് അപ്പോഴും അവസാനിച്ചില്ല. കാരണം ഞാൻ എങ്ങനെ ആഗ്രഹിച്ചിരുന്നു റേഡിയോൻ്റെ ആ ഒരു ചതുര പെട്ടി കൂടി എൻ്റെ ഈ സൗണ്ടൊന്ന് പുറത്തേക്ക് കേൾക്കാൻ ആഗ്രഹിച്ച എൻ്റെ ശബ്ദം എൻ്റെ വീട്ടിലെ വാൽവ് റേഡിയോയിൽ കേൾക്കണു. ഞാൻ വീട്ടിലെല്ലാവരും കേൾപ്പിച്ചു കൊടുക്കുന്നു, വീട്ടുകാർക്ക് കേൾക്കുന്നു, അങ്ങനെ പോകുന്നു, ഭയങ്കര സംഭവമാകുന്നു. അങ്ങനെ ആ പരസ്യം വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്നെ അറിയാവുന്ന ആളുകളൊക്കെ അത് തിരിച്ച്, എൻ്റെ നാട്ടിലും എന്നെ അറിയാവുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ തിരിച്ചു. എടാ, ഇന്നലെ ചലച്ചിത്ര ഗാനത്തിൻ്റെ ഇടയ്ക്ക് നിന്റെ പരസ്യം കേട്ടിരുന്നു കേട്ടോ, കൊള്ളാട്ട സാധനം എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഇങ്ങനെ വന്നു. ഇത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ വീണ്ടും ഹരിശ്രീ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇലക്ട്രോണിക് ജനറേറ്റർ. അന്ന് ഇലക്ട്രോണിക് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇൻവേർട്ടറാണ്. കാസ്ക എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അന്ന് ആദ്യമായിട്ട് ഈ ഇലക്ട്രോണിക് ജനറേറ്റർ എന്ന് പറഞ്ഞ സാധനം. 97 ആ കാലഘട്ടത്തിൽ എപ്പോഴാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവരുടെ ഇതെത്രയുള്ളൂ, 10 സെക്കൻഡോട് പരിപാടികൾ. ഫാനിന്റെ കറണ്ട് പോയാൽ എന്ത് ചെയ്യും? കാസ്ക ഇലക്ട്രോണിക് ജനറേറ്റർ. ഇതാണ് ഇവരുടെ പരസ്യം. 10 സെക്കൻഡ്. അപ്പോൾ അത് ഫാനിന്റെ കറണ്ട് പോയാൽ എന്ത് ചെയ്യും? ഒരു ജംഗിൾ വരണം. ഞാൻ ആദ്യമായിട്ട് അതിൻ്റെ പാട്ട് പാടി. ഫാനിന്റെ കറണ്ട് പോയാൽ എന്തോ ചെയ്യും? കാസ്ക ഇലക്ട്രോണിക് ജനറേറ്റർ. അടുക്കളയിൽ കറണ്ട് പോയാൽ എന്തോ ചെയ്യും? കാസ്ക ഇലക്ട്രോണിക് ജനറേറ്റർ. അതും കയറി അന്ന് റേഡിയോയിൽ ഹിറ്റായി. പിന്നെ അങ്ങനെ ചെറിയ പരസ്യങ്ങൾ ഇങ്ങനെ വന്ന് ചെയ്ത് എല്ലാം ഹിറ്റായി. പരസ്യങ്ങളുടെ ആ മേഖലകളിൽ പരസ്യം കേൾക്കുന്നവർക്ക് കല്യാണങ്ങളൊക്കെ അതെല്ലാം പിന്നീട്, അതൊക്കെ അടുത്ത വേർഷൻ ഓഫ് പരസ്യങ്ങളാണ്. ഇങ്ങനെ റേഡിയോയിൽ പുതിയൊരു വോയിസ് കേൾക്കുന്നു, അത് ഇന്ന പോലെ ആരാണ് എന്നൊക്കെ അവർ അന്വേഷിച്ചപ്പോൾ പിന്നെ ഹരിശ്രീയിലുള്ള ആണ്. അപ്പോൾ ഹലോ പ്രവീൺ അല്ലേ, ഒരു ദിവസം ക്ലൗഡ്സിലേക്ക് വന്നു, ഒരു 2-3 സ്പോട്ട് എടുക്കാനുണ്ട് നമുക്കെന്ന് പറഞ്ഞു. ചെല്ലാണ് എന്നെ ഫ്രാൻസിന് അന്ന് വന്ന് പരാജയപ്പെട്ട് പോയവനെ ആണെന്ന് അറിയില്ല ചേട്ടാ, അറിയാതെയാണ് വിളിക്കുന്നത്. അങ്ങനെ ഞാൻ ചെല്ലുന്നു. ഞാൻ മറ്റവർ ചെയ്ത പോലെ അത്രയും അമ്മാനം ആടിയില്ലെങ്കിലും ഞാനും ഒറ്റ ടേക്ക് കൊണ്ടൊക്കെ സംഭവം ഒക്കെ ആക്കി പോയിരുന്നു. അങ്ങനെ കുറേ പരസ്യങ്ങളൊക്കെ അവിടെ ക്ലൗഡ്സിനൊക്കെ ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചു തിയേറ്ററുകളിലൊക്കെ ആയിട്ട്. ലാസ്റ്റ് ക്ലൗഡ്സൊക്കെ ഈ ഒരു ഇത് അവസാനിപ്പിക്കുന്നത് വരെ, ഇപ്പോൾ പിന്നെ സ്പോർട്ടിനൊക്കെ ഒരു പ്രാധാന്യം ഇല്ലാതെ ഒരു അവസരം എത്തിയത് വരെ, ഒരു കഴിഞ്ഞ വർഷം വരെ എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് എന്നെ പോലെ ഈ വോയിസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ അവിടെ വരും.
അവിടെ വരുമ്പോഴത്തേക്കും ഞാൻ ഇവരിൽ ഇത് കാണാറുണ്ട്. അവരാദ്യം നല്ലതായിട്ട് പറയണവരായിരിക്കും. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ പറയണത് കേട്ടിട്ട് അതുപോലെ ഒന്ന് പറഞ്ഞു നോക്കൂ എന്ന് പറയുമ്പോഴത്തേക്കും സ്വന്തമായൊരു കാർ ഏതൊരാളുടെ സ്വപ്നം, ഈ സാധനം വന്ന് പറഞ്ഞേക്കണം ഒരുപാട് പേര്. അപ്പം ഞാൻ പറയടോ, നിങ്ങളുടെ ശബ്ദം നല്ലതാണ്, നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തോൽപ്പിക്കാൻ നിൽക്കുകയാണ്, നിങ്ങൾ തോറ്റു കൊടുക്കരുത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യും, ഇൻസ്പയർ ചെയ്യാറുണ്ട്. കാരണം നമുക്ക് കിട്ടാത്തൊരു സാധനമല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പരസ്യങ്ങളൊക്കെ ഡബ് ചെയ്യുമ്പോൾ പിന്നെ വളരെ രസകരമായ സംഭവങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്കൂളിലൊക്കെ അന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 സെക്കൻഡ് 10 സെക്കൻഡ് ഇത് കൃത്യമായിട്ട് നമ്മൾ തീർക്കണം. ഇന്ന് ആർട്ടിസ്റ്റ് തീർത്തില്ലെങ്കിലും അത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ട് ഇവിടെ ഉള്ളവർക്ക് പറ്റും. നോൺ ലീനിയറും അനലോഗും തമ്മിലുള്ള വ്യത്യാസം. അന്ന് ഈ സ്കൂളിൽ ഇപ്പോൾ ഒരു MSc കാലിത്തീറ്റ കൊപ്ര പിണ്ണാക്ക് ഇതിൻ്റെ പരസ്യം. അപ്പോൾ ഒരു പശുവിനെ കുറിച്ച്, പൂവാലി പശുവിൻ്റെ വാല് കണ്ടു നല്ല പാല് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ട്. ഇത് കഴിഞ്ഞിട്ട് MSc കാലിത്തീറ്റ കൊപ്ര പിണ്ണാക്ക്, ഇത് കഴിഞ്ഞൊരു പശുവിൻ്റെ കരച്ചിലുണ്ട്. ഇത് മൂന്നും കൂടി കഴിയുമ്പോഴാണ് പരസ്യം പൂർത്തിയാവുള്ളൂ. അപ്പോൾ ഈ പശുവിൻ്റെ കരച്ചിലിടുന്നത് ഒരു CD പ്ലെയറിൽ നിന്നാണ്. ഒരു CD പ്ലെയർ എന്നെടുത്തിട്ട് CD പ്ലെയറിൽ നിന്ന് ഈ പശുവിൻ്റെ അമ്മറൽ എടുത്ത് ഇതിനകത്തേക്ക് ഇടും. എത്ര പ്രാവശ്യം ഇട്ടിട്ട് ഈ 15 സെക്കൻഡ് എന്നുള്ളത് 17 സെക്കൻഡ് ആവും. ജമ്മം ചെയ്ത് നടക്കില്ല. അപ്പം അന്ന് ഇങ്ങനെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വണ്ടി താഴത്ത് ഇങ്ങനെ വെയിറ്റ് വന്നണ്ടോ പോണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുക എല്ലാവരും. ഇതൊന്നും പറയാണ്ട് അപ്പോൾ എനിക്കുള്ള എക്സ്ട്രാ വരുമാനമാണിത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് 200 രൂപയ്ക്കാണ് എനിക്ക് കിട്ടുക ഒരു പരസ്യത്തിന്. അപ്പോൾ ഇങ്ങനെ അറിഞ്ഞിട്ട് ഈ ഇത് കഴിഞ്ഞിട്ട് ദിവസം കുറേ ടേക്കുകൾ ഇങ്ങനെ പോയി അവസാനം പശുക്കളുടെ ആരോഗ്യത്തിനും കൂടുതൽ കൊഴുപ്പുള്ള പാലിനും MSc കാലിത്തീറ്റ കൊപ്ര പിണ്ണാക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു പശുവിൻ്റെ കരച്ചിലൊക്കെ അങ്ങോട്ട് ഇട്ട് സൈഡായി പോകുന്നു. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനത് പറഞ്ഞ ഈ നാരായണേട്ടൻ്റെയും MSc ഏട്ടൻ്റെയും ഒക്കെ ശബ്ദങ്ങൾ ഇങ്ങനെ പല സീരിയലുകളിലും സിനിമയിലൊക്കെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നാണ് ഈ 2000 കാലഘട്ടങ്ങളിലാണ്, 2000-ൻ്റെ തുടക്കകാലം, 2000-ൻ്റെ തുടക്കം, 2001, 2003 കാലഘട്ടങ്ങളിൽ മലയാള സിനിമ പതുക്കെ കേരളത്തിലേക്ക് പറിച്ച് നടപ്പെടുകയുണ്ടായി. അതായത് സ്റ്റുഡിയോസ്, കളർ ലാബുകളെല്ലാം കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് പതുക്കെ മെയിൻ മുഖ്യധാരാ സിനിമകളിലും അങ്ങനെയുള്ളതിലേക്കൊക്കെ ഡബിങ് വരാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നതും ഇന്നിപ്പോൾ ഇങ്ങനെ ഡബിങ്ങിൽ. പ്രവീൺ എന്ന് പറയുന്ന ഒരു കലാകാരന് ഡബിങ്ങിലൂടെ വന്ന ഒരു കഥയാണ് നമ്മളിപ്പോൾ കേട്ടത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു കഥ ഉണ്ടെന്ന് ശരിക്കും ആർക്കും അറിയാൻ പാടില്ലായിരിക്കും അല്ലേ? ഞാനും ഇപ്പോഴാണ് അതറിഞ്ഞത്. വളരെ എന്താ പറയാ, അത്രമാത്രം ബുദ്ധിമുട്ടി പരിശ്രമിച്ച്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കൽക്കണ്ടമല്ല, അല്ലെങ്കിൽ ചൂടുവെള്ളമല്ല, അല്ലെങ്കിൽ ചൂടുള്ള സംഭവങ്ങളല്ല കഴിക്കുന്നത്, നമ്മുടെ മൈൻഡാണ് നമ്മളെ ശരിയാക്കുന്നതെന്ന് ഒക്കെ പറഞ്ഞു തന്ന് ഈ നിലയിൽ എത്തി നിൽക്കാണ് അല്ലേ? ഇപ്പൊ അവിടെ നിന്ന് വന്ന് പിന്നെ കേരളത്തിൽ സിനിമയുടെ ഡബിങ് ഒക്കെ തുടങ്ങിയപ്പോ അവിടെ ഡബിങ് ചെയ്ത് തുടങ്ങി. മിമിക്രി എന്ന ഒരു കലാരൂപത്തിലൂടെ കടന്നു വന്നതാണ്. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്നത് പ്രവീൺ ചേട്ടന്റെ ശബ്ദമാണ്. പല രൂപത്തിലും പല ഭാവത്തിലും പല രീതിയിലുമായിട്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞാലും ബാ എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള സാധനങ്ങളൊക്കെ പൊടിക്കൈകളൊക്കെ കയ്യിൽ നിന്ന്. മകിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ്, രാജമാത ശിവകാമി ദേവിയുടെ പ്രിയപുത്രൻ, പ്രപഞ്ചത്തിലെ അജയ്യരായ കാലകേയരെ വധിച്ച വീരാതിവീരൻ, അമരേന്ദ്ര ബാഹുബലി. ഡോളർ എക്സ്ചേഞ്ച് ഇന്നത്തെ പോലെ മണി എക്സ്ചേഞ്ചിന്റെ പരിപാടിയായിരുന്നു. അപ്പോൾ അവിടെ ജോലിക്കുണ്ടാക്കിയിട്ട് എന്നോട് പറഞ്ഞു, മിമിക്രി എന്നൊരു വാക്ക് അവിടെ മിണ്ടിപ്പോരുത്, ഞാൻ ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്, ഞാൻ മിമിക്രിയാണ്, എന്ത് പറയും. അയാൾ കാലമൊക്കെ എനിക്കപ്പോഴേ അറിയാമായിരുന്നു തനിക്ക് എന്തോ വേറെ പരിപാടി ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇത്രയും നേരം ഇവിടെ എടുത്ത് ഇൻ്റർവ്യൂ ചെയ്തത്. തന്നെ പോലെ ഒരു ഫ്രീ ബീഡിനെ ഞാൻ ഇവിടെ പിടിച്ചു കിട്ടുന്നത് ശരിയല്ല.